ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജു ഹെൽപ്പ് ക്ലാസ്സസ്. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ 6ാമത്തെ യൂണിറ്റ് ഹൂ ഡിഡ് അലീനാസ് ഹോംവർക്ക് എന്ന പാഠഭാഗത്തിലെ ഏതാനും ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. ആ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. സോ ഫ്രണ്ട്സ്, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക. ദ ഫെയർവെൽ. എന്താ ഫെയർവെൽ എന്ന് പറഞ്ഞാൽ? യാത്രയയപ്പ് അല്ലേ? ഈ യാത്രാമംഗളങ്ങൾ നേരുന്ന ഒരു സംഭവമാണത്. അലീന became very sad. She sat on her bed. When she turned the pillow, a scrap of paper fell down. She took it. It read. എന്താണ് അവിടെ അലീനയുടെ മുറിയിൽ സംഭവിച്ചത്? അലീന became very sad അല്ലേ? എൽഫിനെ അലീനയുടെ മുറിയിൽ കാണാത്തത് കൊണ്ടുള്ള സങ്കടമാണ് അലീനയ്ക്ക്. ഷീ സാറ്റ് ഓൺ ഹെർ ബെഡ്. അവൾ അവളുടെ കിടക്കയിൽ ബെഡിൽ ഇരുന്നു. വെൻ ഷീ ടേൺ ദ പില്ലോ, എ സ്ക്രാപ്പ് ഓഫ് പേപ്പർ ഫെൽ ഡൗൺ. അവൾ അവളുടെ തലയണ എടുത്തപ്പോൾ ഒരു കഷ്ണം കടലാസ് താഴേക്ക് വീണു. ഷീ ടുക്ക് ഇറ്റ്. ഇറ്റ് റെഡ്. അവൾ ആ കടലാസ് കഷ്ണം എടുത്തു. അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു. എന്തായിരിക്കും ആ കടലാസ് കഷ്ണത്തിൽ എഴുതിയിരിക്കുന്നത്? കൂട്ടുകാർക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ, ആകാംക്ഷയുണ്ടോ? നമുക്ക് നോക്കാം എന്താണ് ആ കടലാസിൽ എഴുതിയിരിക്കുന്നതെന്ന്. ഡിയർ അലീന, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ്. പ്രിയപ്പെട്ട അലീന, ഞാൻ കരുതുന്നു എനിക്ക് പോകാനുള്ള സമയമായിരുന്നു. ഐ വിൽ ഓൾവേസ് റിമെമ്പർ യു. ഞാൻ എന്നും എല്ലായ്പ്പോഴും നിന്നെ ഓർക്കും. യു സേവ് മീ ഫ്രം ദ ക്യാറ്റ്. ആ പൂച്ചയിൽ നിന്നും എന്നെ രക്ഷിച്ചത് നീയാണ്. യു വിൽ ഗെറ്റ് ഗുഡ് ഗ്രേഡ്സ്, ഐ എം ഷുവർ. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിനക്ക് എല്ലാ വിഷയത്തിനും നല്ല ഗ്രേഡ്, നല്ല മാർക്കുകൾ കിട്ടുമെന്ന്. യു വർക്ക് എ ലോട്ട്. നീ നന്നായിട്ട് അധ്വാനിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു. യു ടോട്ട് മീ മെനി തിങ്സ്. കുറേ കാര്യങ്ങൾ നീ എന്നെ പഠിപ്പിച്ചു. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഒരു കാര്യവും കൂടി ഞാൻ നിന്നോട് പറയട്ടെ. യു ഡിഡ് ഓൾ യുവർ ഹോംവർക്ക് യുവർ സെൽഫ്. നീ തന്നെയാണ് നിൻ്റെ എല്ലാ ഹോംവർക്കുകളും ചെയ്തത്. ഐ ഡോണ്ട് തിങ്ക് യു നീഡ് മീ എനിമോർ. ഇനിയും എൻ്റെ സാന്നിധ്യം, എൻ്റെ സഹായം നിനക്ക് ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. യു ക്യാൻ ഡു വണ്ടേഴ്സ്. നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. ലവ് യു സോ മച്ച്. ഞാൻ നിന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. യുവർ ഫ്രണ്ട് എൽഫ്. നിൻ്റെ പ്രിയ സുഹൃത്ത് എൽഫ് എന്ന് പറഞ്ഞാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. ആക്ടിവിറ്റി 1. അലീന വാസ് റിയലി സാഡ് ഓൺ റീഡിങ് ദ എൽഫ്സ് ലെറ്റർ. എൽഫ്സിൻ്റെ ലെറ്റർ വായിച്ചപ്പോൾ അലീന വല്ലാതെ ദുഃഖിതയായി. മെനി തോട്ട്സ് കെയിം ഇൻ ടു ഹെർ മൈൻഡ്. ഒത്തിരി ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് അപ്പോൾ കയറി വന്നു. ഹെൽപ്പ് അലീന റൈറ്റ് ഡൗൺ ഹെർ തോട്ട്സ്. അവളുടെ തോട്ട്സുകളെ, ആ ചിന്തകളെ എന്തൊക്കെയാണെന്ന് ഒന്ന് രേഖപ്പെടുത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കിക്കേ. ഓ മൈ ഫ്രണ്ട് എൽഫ്. എൻ്റെ പ്രിയ സുഹൃത്ത് എൽഫ്. വൈ ഡിഡ് യു ലീവ് മീ. എന്തിനാണ് നീ എന്നെ ഉപേക്ഷിച്ചിട്ട് തനിച്ചാക്കിയിട്ട് പോയത്? യു ആർ എ ഗുഡ് ഫ്രണ്ട് ടു മീ. നീ എനിക്ക് നല്ല ഒരു സുഹൃത്തായിരുന്നു. യു ഹെൽപ്ഡ് മീ എ ലോട്ട്. നീ എന്നെ ഒത്തിരി സഹായിച്ചു. ഡു യു നോ ഐ ഗോട്ട് എ ഗ്രേഡ് ഇൻ ഓൾ സബ്ജക്ട്സ്. എനിക്ക് എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് കിട്ടിയെന്ന് നിനക്ക് അറിയാമോ? വിൽ യു പ്ലീസ് കം ബാക്ക്. ദയവ് ചെയ്ത് മടങ്ങി വരുമോ? ഐ ലവ് യു വെരി മച്ച്. ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അത് ഇത്തരത്തിലുള്ള ഒരു ചിന്തയായിരിക്കും അലീനയുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. ഫൈൻഡ് ഔട്ട് ഹൂസ് വേർഡ്സ് ദീസ് ആർ. ഇവിടെ 4 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ കഥയിൽ ആരാണ് ഈ വാക്യങ്ങൾ പറയുന്നത്? ഏത് കഥാപാത്രമാണ് ഈ സംഭാഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ, അലീന ഡു യുവർ ഹോംവർക്ക്. അലീന, നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സംഭാഷണം. ആരാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇത് ടീച്ചർ, ക്ലാസ്സിലെ ടീച്ചർ അലീനയോട് പറയുന്ന വാക്യമാണിത്. അലീന ഡു യുവർ ഹോംവർക്ക്. നെക്സ്റ്റ് വൺ, ഓ ഐ ആം കേഴ്സ്ഡ്. അത് എൽഫ് പറയുന്നതാണ് അല്ലേ? ഓ ഐ ആം കേഴ്സ്ഡ് ഓർ ഐ ആം ഡാംഡ്. എൽഫ് പറയുന്ന ഒരു വാക്യമാണത്. മൂന്നാമത്തെ, ഇറ്റ് ഈസ് ടു ബോറിങ്. അത് അലീനയുടെ വാക്യമാണ് അല്ലേ?
അലീനയ്ക്ക് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അലീന അമ്മയോട് പറയുന്ന ഒരു വാക്യമാണ് ഇറ്റ് ഈസ് ടു ബോറിങ്. നെക്സ്റ്റ്, യു ക്യാൻ ഡു വണ്ടേഴ്സ്, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. അവസാനത്തെ കത്തിൽ എൽഫ് അലീനയോട് പറയുന്ന കാര്യമാണിത്, യു ക്യാൻ ഡു വണ്ടേഴ്സ്. ഓക്കെ. നെക്സ്റ്റ്, ആക്ടിവിറ്റി 6, എക്സാമിൻ ദ വേർഡ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന വാക്കുകളൊന്ന് പരിശോധിക്കുക. ദർ ആർ സം ഫെമിലിയർ വേർഡ്സ് ഹിഡൻ ഇൻ ദം. ചില വാക്കുകൾ തന്നിരിക്കുന്ന വാക്കിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ വേർഡ്സ്, വൺ ഇസ് ഡൺ ഫോർ യു. അങ്ങനെ ഒളിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഹെയ്റ്റഡ്. ഹെയ്റ്റഡ് എന്നുള്ളതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഹാറ്റ്, എയ്റ്റ്, ഇങ്ങനെ 2 വാക്കുകളാണ് ഒളിച്ചിരിക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ള വാക്കുകളിൽ ഒളിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തി ഈ ആക്ടിവിറ്റി നമുക്ക് പൂർത്തിയാക്കാം. ഓക്കെ, നോക്കാം. ഹെയ്റ്റഡിൽ ഹാറ്റ്, എയ്റ്റ്, 2 വാക്കുകളുണ്ട്. നെക്സ്റ്റ്, റിങ്കിൾഡ്, അതിൽ ഇങ്ക്, ലെഡ്, 2 വാക്കുണ്ട്. നെക്സ്റ്റ്, അപ്പിയേർഡ്, അതിൽ ഇയർ, റെഡ്, 2 വാക്കുകൾ ഒളിച്ചിരിപ്പുണ്ട്. നെക്സ്റ്റ്, വാട്ട് എവർ, അതിൽ വാട്ട്, അറ്റ്, എയ്റ്റ്, എവർ, 4 വാക്കുകളാണ് ആ ഒരു വാക്കിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, കിച്ചൺ. കിച്ചൺ എന്നുള്ളതിനകത്ത് കിറ്റ്, ഇറ്റ്, ഹെൻ, 4 വാക്കുകളുണ്ട്. ദെൻ ഡൗൺ, അതിൽ ഡു, ഓൺ, 2 വാക്കുകൾ ഒളിച്ചിരിപ്പുണ്ട്. ദെൻ ടീച്ചർ, അതിൽ ടീ, എയ്ക്ക്, ഹെർ, ടീച്ച്, ഇങ്ങനെ 4 വാക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി ഞാൻ കണ്ടെത്താത്ത ഏതെങ്കിലും വാക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് കൂട്ടുകാർ ഒന്ന് പരിശോധിക്കുക. നെക്സ്റ്റ്, ആക്ടിവിറ്റി 8, ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം കൂട്ടുകാരൊന്ന് പരിശോധിക്കുക. എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത്, ഏതൊക്കെ വസ്തുക്കളാണ് എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ ചിത്രം നോക്കി ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. സി, ദിസ് വാസ് അലീനാസ് റൂം ബിഫോർ ഷീ ചേഞ്ച്ഡ്. അലീനയ്ക്ക് വലിയ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പുള്ള അലീനയുടെ റൂമിൻ്റെ അവസ്ഥയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇറ്റ് വാസ് ഇൻ എ മെസ്, വളരെ അലങ്കോലമായിട്ടാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. റൈറ്റ് ഡൗൺ എ ഫ്യൂ സജഷൻസ് യു വുഡ് ഗീവ് ഹെർ ടു അറേഞ്ച് ഹെർ റൂം. അവളുടെ റൂം വൃത്തിയാക്കി അറേഞ്ച് ചെയ്യുന്നതിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൂട്ടുകാർക്ക് കൊടുക്കാൻ കഴിയുക? വൺ എക്സാമ്പിൾ ഈസ് ഡൺ ഫോർ യു. ഒരു ഉദാഹരണം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഉദാഹരണം? കീപ് ദ ബുക്സ് ഓൺ ദ ബുക്ക് ഷെൽഫ്, അല്ലേ? ബുക്കുകൾ ബുക്ക് ഷെൽഫിൽ അടുക്കി വെക്കുക എന്നുള്ളതാണ് എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത് നോക്കാം. സി, കീപ് ദ ബാറ്റ്സ് അണ്ടർ ദ കോട്ട്. ബാറ്റ് കട്ടിലിൻ്റെ അടിയിൽ വെക്കുക. പുട്ട് ദ ചെയർ നിയർ ദ ബുക്ക് റാക്ക്. ബുക്ക് റാക്കിൻ്റെ അടുത്ത് ചെയർ വെക്കുക. കീപ് ദ ഷൂസ് അണ്ടർ ദ കോട്ട്. കട്ടിലിൻ്റെ അടിയിൽ ഷൂസ് വയ്ക്കുക. പുട്ട് ദ പില്ലോസ് ഓൺ ദ ബെഡ്. തലയണ ബെഡിൽ വയ്ക്കുക. സെറ്റ് ദ ബെഡ് പ്രോപ്പർലി. ബെഡ് നന്നായിട്ട് അറേഞ്ച് ചെയ്യുക. പുട്ട് യുവർ റൈറ്റിംഗ് മെറ്റീരിയൽസ് ഇൻ യുവർ ബാഗ്. 8th, കീപ് യുവർ സ്കൂൾ ബാഗ് ഓൺ ദ ഷെൽഫ്. 9th one, ക്ലീൻ യുവർ റൂം. ദെൻ സ്വീപ്പ് യുവർ റൂം. കീപ് യുവർ ഡ്രസ് ഓൺ ദ ഷെൽഫ്. ഇങ്ങനെ നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ്, മൈ വേർഡ്സ് എന്നുള്ളതാണ്. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. ഇവിടെ 10 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ആ വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഐ ഹേറ്റ് കോക്രോച്ച്. ദ ഗേൾ യെൽ ഇൻ പെയിൻ. എ മങ്കി ഗ്രാബ്ഡ് ദ ബനാന ഫ്രം ദ ചൈൽഡ്. ദ ബോയ് വാസ് അമേസ്ഡ് അറ്റ് ദ സൈറ്റ്. ഷി കിസ് ഗ്രാൻഡ്മാസ് റിങ്കിൾഡ് ചീക്സ്. ഇങ്ങനെ 10 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ എന്താണ് ചെയ്യേണ്ടത്? ഇതിലെ വെർബിന് സമാനമായ അർത്ഥം ഇപ്പുറത്ത് 10 പദങ്ങളിലായി തന്നിട്ടുണ്ട്. നമ്മളതിനെ മാച്ച് ചെയ്യുക. അപ്പോൾ മാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഐ ഹേറ്റ് കോക്രോച്ച്. ഐ ഹെയ്റ്റ് എന്നുള്ളതിന് സമാനമായ അർത്ഥമുള്ള പദം നമ്മൾ ഇപ്പുറത്ത് നിന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്പർ 1 ആണത്. ഇവിടെ നമ്പർ 1 ഏതാണ്? ഡിസ്ലൈക്ക് വെരി മച്ച്. അപ്പോൾ ഐ ഹേറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഡിസ്ലൈക്ക് വെരി മച്ച്. ദെൻ സെക്കൻഡ് വൺ, ദ ഗേൾ യെൽഡ് ഇൻ പെയിൻ. യെൽഡ് അതാണ് നമ്മുടെ വെർബ്. അതിൻ്റെ സെയിം മീനിങ് ഉള്ള വാക്കാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമ്പർ 2, ഷൗട്ടഡ് ലൗഡ്ലി. യെൽഡ് മീൻസ് ഷൗട്ടഡ് ലൗഡ്ലി. Then number 3, a monkey grabbed the banana from the child. Grabbed. So what's the meaning of grabbed? So number 3, look at number 3,
took roughly, അല്ലേ, ബലം പിടിച്ച് എടുക്കുക, തട്ടിപ്പറിച്ചെടുക്കുക, ഗ്രാബ്ഡ്. ഓക്കെ, സോ number 4, the boy was amazed at the sight. Amazed, what is the meaning of amazed? Look at number 4, got surprised, അത്ഭുതപ്പെട്ടു. So amazed, got surprised. Then she kissed grandma's wrinkled cheeks. Wrinkled cheeks എന്ന് പറഞ്ഞാൽ എന്താ, ചുളിവ് വീണ മുഖം. അതിൻ്റെ മറ്റൊരു വാക്കാണ്, സമാനാർത്ഥമുള്ള വാക്കാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ലുക്ക് number 5, with folds on skin, അല്ല, സ്കിന്നിൽ ചുളിവുകൾ, മടക്കുകൾ വീണിരിക്കുന്നത്. Then number 6, the player kicked the ball to the goal post. ഇവിടെ കിക്ക് എന്ന വാക്കിൻ്റെ സെയിം മീനിങ് ഉള്ള വാക്കാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. number 6, ഹിറ്റ് വിത്ത് ഫൂട്ട്, കാലുകൊണ്ട് അടിക്കുക, ദാറ്റ് ഇസ് കോൾഡ് കിക്ക്. Then number 7, the old man patted the boy. Patted, so what's the same word for patted? Number 7, touch gently. Okay, then number 8, she is always cheerful. Cheerful, so what's the word for cheerful? Number 8, happy. Okay, then number 9, don't be rude to anyone. Rude, so what's the same word for rude? Look at number 9, impolite. Impolite. The last one, she noted the number on a scrap of paper. Scrap of paper എന്നുള്ളതാണ് number 10, small piece. Okay, next is a project work given in the box below are activities usually done by children. Alina does many of these herself, but she needs the help of her parents for doing some of them. നമ്മൾ കൂട്ടുകാർ സാധാരണ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചില ആക്ടിവിറ്റീസ് നമുക്ക് തനിച്ച് ചെയ്യാൻ സാധിക്കും, എന്നാൽ ചില ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ, മുതിർന്നവരുടെയൊക്കെ സഹായം ആവശ്യമാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി വേർതിരിച്ച് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഓക്കെ, how many of these can you do on your own? ഇതിൽ എത്ര ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ സാധിക്കും? For which ones do you seek the help of others? എത്രയാണ് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്? Which of these can you do at all? ഇതിലേതൊക്കെ നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ സാധിക്കില്ല? അതിന് 3 കോളമാക്കി മാറ്റിയിട്ടുണ്ട്. I do on my own, I do with others help, I can't do. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് ഓരോ കോളത്തിലേക്ക് മാറ്റി എഴുതുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. I do on my own, setting the school bag, cleaning the room, doing homework, watering plants, filling the water bottles, sweeping the floor, taking bath, putting dress on, helping grandparents, changing chapels. Then next one, I do with others help, washing the dress, looking after pets, making of the face, shopping, washing the plates and glass, packing lunch box. Then I can't do, എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ, കുക്കിംഗ്, കട്ടിങ് വെജിറ്റബിൾസ്. ഓക്കെ, നെക്സ്റ്റ് ഐ ക്യാൻ എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ ഈ കഥയിലെ കുറേ ഈവൻറ്റ്സ്, സംഭവങ്ങൾ ഇവിടെ തന്നിരിക്കുകയാണ്. ബട്ട് ദേ ആർ നോട്ട് ഇൻ ദ പ്രോപ്പർ ഓർഡർ, ദേ ആർ ഇൻ ദ ജംബിൾഡ് ഓർഡർ. ക്രമം തെറ്റിച്ച്, സ്ഥാനം തെറ്റിച്ചൊക്കെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട എന്താണ്? അറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ദ ഒക്വേർഡ് ഓർ ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി. ആ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന ക്രമത്തിനനുസരിച്ച് ഈ സംഭവ വികാസങ്ങളെ നമുക്കൊന്ന് ക്രമപ്പെടുത്തുക. അതാണ് നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റി. ലെറ്റ് us do it. First one, Alina liked skipping. Alina hated homework. Alina and Elf became friends. Elf began to do Alina's homework. Alina referred to the dictionary. She looked up the word and spelled it. Alina worked harder than ever. They stayed up late at night. Alina went to the library. Alina read a lot to help the elf. Alina got A grade in all subjects. So this is the order that happened in the story. Okay. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ധാരാളം ആക്ടിവിറ്റീസ്, വർക്ക്സ് നമുക്ക് ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ ഉദാഹരണ സഹിതം കൂട്ടുകാർക്ക് വിശദമാക്കിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ആക്ടിവിറ്റി ചെയ്യുക.